പാകിസ്ഥാനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയുമായുള്ള യുദ്ധാവശ്യം തൽക്കാലം പാകിസ്ഥാന് മതിയായിരിക്കുന്നു. ഇന്ത്യൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ കാല് പിടിച്ച് തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ വാങ്ങിയെടുത്ത പാകിസ്ഥാന് പക്ഷേ തങ്ങളുടെ ഉള്ളിലെ പ്രവിശ്യയായ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ബലൂചിസ്ഥാൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും അറിയില്ല. നേർവഴി ഉപദേശിക്കാൻ ഇക്കാര്യത്തിൽ മാത്രം പാകിസ്ഥാൻ ആരും സഹായിക്കുന്നുമില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാക് ഭീകര ഫാക്ടറികൾ തകർത്തെറിഞ്ഞപ്പോൾ പാകിസ്ഥാൻ അതിന് ഇന്ത്യയെ പ്രേരിപ്പിച്ച ഇന്ത്യയിലേക്കുള്ള ഷെൽ മിസൈൽ ആക്രമണം നടത്തിയപ്പോഴൊക്കെ ബലൂചിസ്ഥാനിൽ പോരാളികൾ പാക് സൈന്യത്തിനെതിരെ പോരാടുകയായിരുന്നു. ആ പോരാട്ടം അവർ ഇപ്പോഴും തുടരുന്നു. സുപ്രധാനമായൊരു നഗരം ബലൂച്ച് പോരാളികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അത് ദൂരെ നിന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കാനേ ഇപ്പോഴും പാക് സൈന്യത്തിനാകുന്നുള്ളൂ. ഇന്ത്യയാണ് ബലൂജികളെ ഇളക്കി വിടുന്നതെന്ന പാക്കിൻ്റെ പതിവ് ന്യായങ്ങൾ ഇവിടെ ഇപ്പോൾ ചിലവാകുന്നില്ല. കാലാകാലങ്ങളായുള്ള ബലൂജികളുടെ പാക് ഭരണകൂടത്തിൻ്റെ ക്രൂരതകൾക്കെതിരായ വികാരം അവരെ കൊണ്ടെത്തിച്ചത് പരാതികളിലല്ല, പ്രത്യാക്രമണത്തിലാണ്. ഇതുവരെ പാക് സൈന്യത്തിനെതിരെ 71 ആക്രമണങ്ങളാണ് BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയത്. കഴിഞ്ഞ 6 മാസം കൊണ്ടല്ല, കഴിഞ്ഞ വെറും ഒരാഴ്ച കൊണ്ടാണ് ഈ 71 ആക്രമണങ്ങൾ. അതും വ്യക്തമായി ബലൂചിസ്ഥാനിൽ സ്പോട്ട് ചെയ്ത 51 കേന്ദ്രങ്ങളിലാണ് അവർ പാക് സൈന്യത്തിനെതിരെ ആക്രമണ പരമ്പര അഴിച്ചുവിട്ടത്. പാക് സൈന്യത്തിന് ഇതുമൂലമുണ്ടായ നഷ്ടം അതിരൂക്ഷം. കാരണം കാര്യങ്ങൾ പാക് സൈന്യത്തിന് കൈവിട്ടു പോയിരിക്കുന്നത് ദശാബ്ദങ്ങളായി ബലൂചിസ്ഥാനിൽ പാക് ഭരണകൂടത്തിനെതിരെ അമർഷം നുരയുകയാണ്. ബലൂചിസ്ഥാനിലാണ് പാകിസ്ഥാനിലെ എണ്ണയും മറ്റ് ധാതുക്കളും സ്വർണവും വെള്ളിയും ചെമ്പുമൊക്കെ കുഴിച്ചെടുക്കുന്ന സുവർണമായ ഒരു ഇടം. പക്ഷേ ചൈനയ്ക്ക് മുന്നിൽ പാകിസ്ഥാന് പണയം വെച്ച് കളിക്കാനുള്ള പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ. ചൈനയുടെ $multi-million CPEC ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അത് ഇവിടെയാണിപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്, ബലൂചിസ്ഥാനിൽ. ബലൂചിസ്ഥാൻ ഇത്ര കണ്ട് സ്വർണത്തിലും എണ്ണയിലുമൊക്കെ സമ്പന്നമായിട്ടും ആ സമ്പത്ത് ബലൂജികൾക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ല. അവർക്ക് കഷ്ടത മാത്രമാണ് ആ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്കൂളുകളില്ല, ആശുപത്രികളില്ല. പാക് സർക്കാർ അവരെ തീവ്രവാദികളെ മുദ്രകുത്തിയിരിക്കുന്നു. നിരന്തരം പാക് സൈന്യം ബലൂജികളെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോഴും അതിൽ ആയിരക്കണക്കിന് പേർ എവിടെയെന്ന് ഒരു വിവരവുമില്ല. നൂറുകണക്കിന് ബലൂജി സ്ത്രീകളെയാണ് പാക് സൈന്യം ബലാത്സംഗം നടത്തി നശിപ്പിച്ചത്. ഇതിനൊക്കെ പകരം വീട്ടാൻ ഇറങ്ങി തിരിച്ച ബലൂജികൾ പാക് സർക്കാരിനോട് പക്ഷേ പരാതിയുമേ ചെല്ലുകയല്ല ചെയ്തത്. പ്രത്യാക്രമണം അഴിച്ചുവിട്ട് പാക് സൈന്യത്തിനെ ഒരു പാഠം പഠിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 51 കേന്ദ്രങ്ങളിലായി 71ഓളം ആക്രമണങ്ങൾ അവർ പാക് സൈന്യത്തിനെതിരെ അഴിച്ചുവിട്ടത്. പാക് സൈന്യത്തിൻ്റെ സൈനിക വാഹനങ്ങളെല്ലാം അവർ തകർത്തു. എന്തിന്? ബലൂചിസ്ഥാനിൽ കൂടെ പോകുന്ന ചൈനയുടെ ഗ്യാസ് പൈപ്പ് ലൈനും BLA തകർത്തെങ്കിലും പാക് സേനയ്ക്ക് കാര്യമായ സംരക്ഷണം നൽകാനായില്ല. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ നിർമ്മിക്കാനെത്തിയ 62 ചൈനീസ് തൊഴിലാളികളാണ് കഴിഞ്ഞ 4 വർഷമായി ഈ ആക്രമണത്തിനിടെ പാക് സൈന്യം അല്ലെങ്കിൽ BLA വകവരുത്തിയത്. ഇതോടെ കോറിഡോറിൻ്റെ സംരക്ഷണത്തിനായി ചൈനീസ് സൈന്യം അല്ലെങ്കിൽ ചൈനീസ് സ്പെഷ്യൽ സെക്യൂരിറ്റികളെ ഇറക്കാൻ ഇപ്പോൾ ചൈനീസ് സർക്കാർ നിർബന്ധിതരായിരിക്കുകയാണ്. പാക് സൈന്യത്തിൽ ചൈനയ്ക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നേ. മാസങ്ങൾക്ക് മുമ്പാണ് BLAയുടെ ട്രെയിൻ കിഡ്നാപ്പിംഗ് പോരാട്ടം നാം കണ്ടത്. മാർച്ച് 16 കൊറ്റ മലനിരകളിൽ വെച്ച് ജാഫർ എക്സ്പ്രസ്സിലെ 400ഓളം യാത്രക്കാരെ ട്രാക്കിൽ സ്ഫോടനം നടത്തി ട്രെയിൻ തടഞ്ഞിട്ട് ബന്ദികളാക്കിയത്. 30 മണിക്കൂറാണ് പാക് സൈന്യത്തെ BLA പ്രതിസന്ധിയിലാക്കിയത്. പാക് സൈന്യം പിടിച്ചുകൊണ്ടുപോയ തങ്ങളുടെ ജനത്തെ വിട്ടയക്കണമെന്നും തങ്ങളുടെ പ്രവിശ്യയിൽ നടക്കുന്ന പാക് സൈന്യത്തിൻ്റെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ചിൽ നടന്ന ആ ട്രെയിൻ തടയൽ സംഭവം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആയിരക്കണക്കിന് സൈനികരെയാണ് BLA വകവരുത്തിയത് എന്നുകൂടി ഓർക്കുമ്പോൾ പാക് സൈന്യത്തിൻ്റെ നഷ്ടത്തിൻ്റെ ഭീകരത എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ BLA ഒരു പ്രൊഫഷണൽ സേനയെ മാറിയിരിക്കുന്നു. സ്നൈപ്പറുകളും ബോംബ് സ്ക്വാഡുകളും ഒക്കെ പാക് സേനയ്ക്ക് നിരന്തരം തലവേദനയാണ്. ഇതോടെയാണ് BLA പിന്തുണയ്ക്കുന്നത് ഇന്ത്യയാണെന്ന പതിവ് വാദം വീണ്ടും ഉയർത്തി പാകിസ്ഥാൻ ഇപ്പോൾ അന്താരാഷ്ട്ര വേദികൾ കയറിയിറങ്ങുന്നത്. അത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണെന്ന് ഇന്ത്യ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാനിൽ നടക്കുന്നത് രാഷ്ട്രീയ വിപ്ലവമാണ്. രാഷ്ട്രീയ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ രക്തരൂക്ഷിതമായ വിപ്ലവമാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യങ്ങളുടെ പോക്കിങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ പാകിസ്ഥാനിൽ നിന്നും BLA ബലൂചിസ്ഥാൻ പിടിച്ചെടുക്കും. അങ്ങനെ വന്നാലും സംശയിക്കേണ്ട കാര്യമില്ല. പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞ് പാക് സർക്കാർ അതിനെ അങ്ങ് കൈവിട്ടയക്കാം. പക്ഷേ ചൈന പാകിസ്ഥാൻ കോറിഡോർ നിർമ്മാണം നടക്കുന്നതിനാൽ ബലൂചിസ്ഥാനെ അങ്ങനെ അങ്ങ് കൈവിടാനും പാകിസ്ഥാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാനിലെ BLA
പോരാളികളെ അടിച്ചമർത്തുക എന്നതിനപ്പുറം പാകിസ്ഥാന് വേറെ ലക്ഷ്യവുമില്ല. അതാകട്ടെ പാകിസ്ഥാനുടെ ആത്മവീര്യം ഒട്ടാകെ ചോർന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ അനുദിനം ശക്തി പ്രാപിച്ചു വരികയാണ് BLA പോരാളികൾ, അവരുടെ തന്ത്രങ്ങൾ. എന്തായാലും ഇന്ത്യയെ പഴിപറഞ്ഞിരിക്കാതെ സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങൾ അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തേണ്ടത്. അതിന് പാകിസ്ഥാന് സാധിക്കാതെ വരുമ്പോഴാണ് ഇന്ത്യൻ അതിർത്തികളിലേക്ക് വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഷെല്ലുകളും മിസൈലുകളും ഒക്കെ പാകിസ്ഥാൻ പറഞ്ഞു വിടുന്നതും തിരിച്ച് ചുട്ട മറുപടി ഇന്ത്യയിൽ നിന്നും ലഭിക്കുമെന്ന അന്ത്യശാസനവും മുന്നറിയിപ്പുമൊക്കെ ന്യൂഡൽഹിയിൽ നിന്നും വീണ്ടും വീണ്ടും പാകിസ്ഥാൻ കേൾക്കുന്നതും. എന്തായാലും ഇപ്പോൾ ന്യൂഡൽഹി പാകിസ്ഥാനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് ഭീകരപ്രവർത്തനവുമായി വന്നാൽ മറുപടി നൽകുക ന്യൂഡൽഹി ആയിരിക്കില്ല, ബ്രഹ്മോസ് മിസൈലുകളായിരിക്കുമെന്ന്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.